ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങനെ മോൻ്റെ സ്കൂളിലോട്ട് ഇന്ന് പോയത്. അപ്പം നമ്മൾ 2 മാസം ഇങ്ങനെ വെട്ടിച്ചുരുക്കി. ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളൂ നമ്മുടെ സ്കൂൾ തുറക്കാൻ. അങ്ങനെ നമ്മൾ ജോയിനിലെ സ്കൂളിൽ പോയത് വേറൊന്നുമില്ല, അവൻ്റെ ടെക്സ്റ്റ് ബുക്കും മറ്റേ യൂണിഫോമുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതവർ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ചെന്നപ്പം അവിടുത്തെ എച്ചമ്മിനെ കണ്ടിട്ടുള്ള നമ്മുടെ ജോയലിൻ്റെ പ്രകടനമാണ്. അവൻ അങ്ങോട്ട് കയറി പോകാനോ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കാനോ ഭയങ്കര പേടിയാണ് കേട്ടോ അവന്. അങ്ങനെ അവനങ്ങോട്ട് മാറി നിൽക്കും. അപ്പം മറ്റ് ടീച്ചേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ കയറി ചെന്ന് എച്ചമ്മിനെ കണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എച്ചമ്മ ചോദിക്കും, രണ്ടാളും തമ്മിൽ വഴക്കുണ്ടോ അടിയുണ്ടോ എന്നൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യം വഴക്കുണ്ടോ അടിയുണ്ടെന്ന് തന്നെ ഞാനും പറഞ്ഞു. കാരണം ഓരോ കളിപ്പാട്ടം ഇപ്പോൾ അവനെടുക്കുന്ന കളിപ്പാട്ടത്തിന് അവൾക്ക് ആവശ്യം വരും, അവളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം ചിലപ്പം അവൻ ആവശ്യം വരും. അങ്ങനെ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാറുണ്ടെന്നൊക്കെ കുറേ നേരം സംസാരിച്ചിട്ട് പിന്നെ പല്ലുവേദനയുടെ കാര്യം പറഞ്ഞു. അപ്പം കുറച്ച് ദിവസമായിട്ട് അവന് പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് കൊണ്ട് നടക്കുവാണ്. അപ്പം ടീച്ചർ വിളിച്ചിട്ട് കാര്യമായിട്ട് ചെന്ന് വായൊക്കെ തുറന്ന് കാണിച്ച് നാക്ക് നീട്ടി. അപ്പം ടീച്ചർ പറഞ്ഞ് വാ എൻ്റെ അടുത്ത് പല്ലൊക്കെ കാണിക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ്. ഇതാണ് അവൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. അവൻ്റെ ക്ലാസ് ടീച്ചറാണ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അവൻ്റെ ക്ലാസ് ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ സാധനം വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് വന്ന് വാങ്ങിക്കണേ മോളെ എന്ന് പറഞ്ഞപ്പം കണ്ടപാടെ അവനിങ്ങനെ മാറിയിരുന്നെങ്കിലും നാണം കൊണ്ടിങ്ങനെ മാറിയിരുന്നെങ്കിലും ഓടിച്ചെന്ന് കെട്ടിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ ടീച്ചറെ അത്രത്തോളം അവന് ജീവനാണ് എന്ന് നമുക്ക് വാക്കുകളൊന്നും ഒതുക്കാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ആണെങ്കിലും ആ ടീച്ചറിൻ്റെ ഓർമ്മ വരുമ്പോൾ അവനെന്നോട് എപ്പോഴും ചോദിക്കും, എപ്പോഴും പറയും എനിക്ക് ടീച്ചറെ കാണണം, ടീച്ചറിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഒരു പ്രത്യേകതരം ഇപ്പം ഒരു അപ്പനമ്മ എന്നൊരു രീതിയിൽ എന്നോടും ആളിനോടും ഉള്ളതിനേക്കാളും അപ്പുറം ആ ടീച്ചറെ അത്രത്തോളം അവനിഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവനോട് പറയുമായിരുന്നു, വാവയെ നോക്കുമോ, വാവയെ ഉപദ്രവിക്കല്ലേ, മോൻ്റെ അനിയത്തി വാവയല്ലേ, വാവ ഇവിടെ പഠിക്കാണ്ടായോ എന്നൊക്കെ ചോദിച്ച് കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ആളിൻ്റെ ടെക്സ്റ്റ് ബുക്കും പിന്നെ യൂണിഫോമും എല്ലാ യൂണിഫോമും കിട്ടിയില്ല, കുറച്ചിനി നമുക്ക് വരാനുണ്ട്, അപ്പോൾ വരുമ്പം തരാം. അപ്പം പിന്നെ ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ബെൽറ്റ് വാങ്ങിച്ചില്ല, ടൈ ആവശ്യമായിരുന്നു. അപ്പം ടൈയും തന്ന് ബാക്കി പുസ്തകവും യൂണിഫോമിൻ്റെ തുണിയും തന്നിട്ടുണ്ട്. അന്നേരം അതും വാങ്ങിച്ചിട്ട് അവനെ തന്നെ വിളിച്ച്, കാരണം ഞങ്ങളാരും വാങ്ങിക്കണ്ട, അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ വാങ്ങിച്ച്. അതിൻ്റെ ഇടയിൽ വാവ ചെന്നിട്ട് വാവയോട് ടീച്ചർ ഓരോന്ന് ചോദിച്ചപ്പം വാവയ്ക്ക് അവിടെ പഠിക്കാൻ ഇഷ്ടം, വാവയ്ക്ക് ഇപ്പോഴേ സ്കൂളിൽ പോകാനൊക്കെ റെഡിയാണ്, വാവ ഓക്കെ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ചേട്ടൻ സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴേ അവൾക്കും ഭയങ്കര ആഗ്രഹമാണ് സ്കൂളിലൊക്കെ പോകാനായിട്ട്. ഇനി സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല, അപ്പം വരുന്നിടത്ത് വെച്ച് കാണാം. എന്നിട്ട് പിന്നെ വേറെ ആ സാറ് പോയിട്ട് പിന്നെ അവൻ്റെ പുസ്തകവും 3ാം ക്ലാസ്സിലത്തേനുള്ള പുസ്തകവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടൊക്കെ വരണം. പിന്നെ നമ്മളോട് ഓരോന്ന് ടീച്ചർ ചോദിക്കുമായിരുന്നു, എവിടെ വന്നേ, ആ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പിന്നെ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരാൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ചമ്മലും നാണോ, ഞാനിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അങ്ങ് ചിരിച്ചുപോയി. അവന് ഭയങ്കര ചമ്മലും നാണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നതാണ്. വൈകുന്നേരമായപ്പോൾ നല്ല മഴ, അടിപൊളി മഴയെന്ന് വെച്ചാൽ നല്ല മഴ. അപ്പം അത്രയൊക്കെയുള്ളൂ വീഡിയോ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ബൈ ബൈ.